ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. എല്ലാവരും അല്ല, ഒരു ചേച്ചി എൻ്റെ എല്ലാ വീഡിയോയുടെയും താഴെ വന്ന്, എല്ലാ വീഡിയോ അല്ല, ഈ ഇടയിട്ട ഈ ഒരാഴ്ച ഇട്ട മിക്ക വീഡിയോൻ്റെ താഴെ വന്ന് ചേച്ചി കമൻറ്റ് ചെയ്യുകയാണ് ഫേഷ്യൽ ഹെയർ റിമൂവൽ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ അധികം ഹെയർ ഒന്നും ഇല്ല, എന്നിട്ട് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്നത് വേണ്ട ഈ ഒരു ബ്രാൻഡിൻ്റെ ആണ്. ആ ഒരു ബ്രാൻഡിൻ്റെ എന്താണ് ഫേഷ്യൽ ഹെയർ റിമൂവലിൻ്റെ ബ്ലേഡാണ്. അപ്പോൾ ഇതിന് 69 രൂപയാണുള്ളത്. ഈ 3 എണ്ണത്തിനും കൂടി 69 രൂപ, അതായത് ഈ ഒരു പാക്കറ്റിന് 69 രൂപ. അപ്പോൾ നമ്മൾ പുതിയ ബ്ലേഡാണ്, പുതിയതായിട്ട് മേടിച്ചാണ്. ആക്രാന്തം പിടിച്ച് ഇങ്ങനെ ഷേവ് ചെയ്യുന്ന പോലെ ചെയ്യരുത്, സൂക്ഷിച്ച് ചെയ്യണം. കാരണം പുതിയ ബ്ലേഡാണ്, മുറിയാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ബ്ലേഡാണെങ്കിൽ അകത്തോട്ട് കയറ്റി വയ്ക്കുകയും ചെയ്യാം. 3 വട്ടമാണ് നമ്മൾ ഒരു ബ്ലേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യരുത്. ഞാൻ എവിടുത്തെ രോമം, ഇപ്പോൾ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും അണ്ടർ ആംസിലാണെങ്കിലും ഞാൻ ഹെയർ റിമൂവൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രബ് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത് അരിപ്പൊടിയും പഞ്ചസാരയും തൈരുമാണ്. ഇത് സൂപ്പറായിട്ടുള്ള സ്ക്രബാണ്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് വീക്ക്ലി ഒരു 2 വട്ടമൊക്കെ ഈ സ്ക്രബ് ഉപയോഗിക്കാം. അടിപൊളി സ്ക്രബാണ് ഇത്. ഞാനൊരു തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ബെയർ ഫേസിൽ ഒരിക്കലും ഷേവിങ് ആ ഒരു സാധനം ബ്ലേഡ് ഉപയോഗിക്കരുത്. സാധനത്തിന് പേര് ഞാൻ മറന്നു പോകുന്നു. ബ്ലേഡ് ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ നമ്മൾ അലോവേറ ജെല്ല് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ബേസായിട്ട് ഇട്ടതിന് ശേഷം മാത്രം ഹെയർ റിമൂവൽ ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബ്ലേഡ് സ്ലാൻഡിങ് പൊസിഷനിലേ വെക്കാവുള്ളൂ. നമ്മൾ നേരെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പം എൻ്റെ രോമം അധികം, എൻ്റെ ഹെയർ ഇല്ല എൻ്റെ ഫേസിൽ, അതുകൊണ്ട് അധികം വിസിബിൾ അല്ല കേട്ടോ. എന്നാലും ഉണ്ട്, ചെറുതായിട്ടുണ്ട്. പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എല്ലാം ഞാൻ ചെയ്യും. മീൻസ് എന്തായാലും കുളിച്ചിനി നനഞ്ഞ് കയറാമെന്ന് വിചാരിച്ച് ഞാൻ ഫേസ് മൊത്തം ചെയ്യുവാണ്. പിന്നെ എനിക്ക് താടിയുടെ അവിടെ കട്ടിക്ക് 1-2 രോമം വരാറുണ്ട്. അതായത് നമ്മളെ തലയിലെ മുടി ഉണ്ടല്ലേ, ആ കട്ടിക്ക് വരാറുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല മിക്കവർക്കും നമ്മളുടെ അപ്പർ ലിപ്സിലായിരിക്കും കൂടുതൽ രോമം ഉണ്ടായിരിക്കുന്നത്. എനിക്കിപ്പം വളരാനുള്ളൊരു സമയം ആയിട്ടില്ലെന്നൊന്ന്. അതായത് എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് എപ്പോഴും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഭയങ്കരമായിട്ട് കൂടുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചാണെന്ന് തോന്നുന്നു, കുറയുമെന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പം ഒരു 2 ആഴ്ച കൂടുമ്പം ചെയ്താൽ മതി, വാക്സ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇവിടെ എല്ലാം ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് മീൻസ് ഈ ഷൂട്ടൊക്കെ വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഈ ഭാഗത്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഫേസ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് അവിടെ ഹെയർ വളരും കേട്ടോ, കഴുത്തിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുഖം പോയി കഴുകും കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഐസ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. നമ്മളുടെ ഫേസ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട്, മിക്കവരും എൻ്റെ കസിനൊക്കെ ഉണ്ട് കേട്ടോ, പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് മൊത്തം പിമ്പിൾസ് വരും. അപ്പം ഐസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാം ചെയ്ത് വിട്ടാൽ മതി നമ്മളുടെ സ്കിന്നിനെ, അപ്പം കുരുക്കളൊന്നും വരത്തില്ല. പിന്നെ മസ്റ്റായിട്ടും നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇടുക, അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫേഷ്യൽ ഹെയർ റിമൂവൽ വീഡിയോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ വലിയ പാടുള്ള കേസൊന്നുമല്ല, ഭയങ്കര ഈസി അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, ബൈ.